ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം ചെയ്യാം. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മളെ സമ്പൂർണ്ണമായും താഴ്ത്തി സമർപ്പിക്കാം. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് നാം വായിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് തരുന്ന ദൂതും ആലോചനയും 4 പേര് ചേർന്നൊരു പക്ഷപാതക്കാരനെ ചുമന്നു കൊണ്ടുവരികയാണ്. ആ 2-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്നാണ് വായിക്കുന്നത്. ഇത് നമ്മുടെ ഭവനത്തിനകത്തിലേക്ക് കൊണ്ടുവന്നാലും നാം വീട്ടിനകത്ത് 4 പേരോ 5 പേരോ 2 പേരോ 3 പേരോ ഒക്കെ ആയിരിക്കാം, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ അംഗസംഖ്യയുള്ളവരും ആയിരിക്കാം. എത്ര പേരുണ്ടെങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ വയ്ക്കുന്ന വിഷയത്തിനകത്ത് ആ വ്യക്തികൾക്കൊരു വിശ്വാസം വേണം. ദൈവകൃപയുടെ മഹത്വം കാണുവാൻ തക്കവണ്ണം ഇടയാകണ്ടേ. ആ 4 പേര് ആ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരു തീരുമാനമെടുത്തു. അതാണ് അവരുടെ വിശ്വാസം. നമുക്ക് ഇങ്ങോട്ട് ഇവനെ ചുമക്കേണ്ട, അങ്ങോട്ട് ചുമന്നാൽ മതി. കാരണം നമ്മൾ യേശുവിനടുക്കലാണല്ലോ ഈ വിഷയം കൊണ്ടുചെല്ലുന്നത്. കർത്താവ് എന്തായാലും സൗഖ്യവും വിടുതലും തരും. അങ്ങനെ അവർ വിശ്വസിച്ചു. അതാണ് കർത്താവ് അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ മനുഷ്യനോട് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ആ മനുഷ്യനെ പെട്ടെന്ന് തന്നെ തൻ്റെ കിടക്കയെടുത്ത് നടക്കുന്നൊരു അനുഭവമാണ്. ഇത്രയും ജനം അവിടെ കൂടി ഇരിപ്പുണ്ട്. സൗഖ്യമാകേണ്ടവരും സുവിശേഷം വചനം കേൾക്കേണ്ടവരും യേശുവിൻ്റെ സ്നേഹം കൈപ്പറ്റേണ്ടവരൊക്കെ അവിടെ ഇരിപ്പുണ്ട് കബർനഹൂമിലെ ആ ഭവനത്തിനകത്ത്. പക്ഷേ ആ ഭവനത്തിൽ നടന്ന വിടുതൽ ഇന്ന് പകലിലും നമ്മുടെ ഭവനങ്ങളിൽ നടക്കത്തക്കവണ്ണം, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ ദേശത്ത് നടക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം, സ്തോത്രം ചെയ്യാം. അതെ, 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുക്കൽ വെച്ചെങ്കിൽ 4 പേര് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഒരുമനപ്പെട്ട് സ്തോത്രം ചെയ്യുമ്പോൾ, വിഷയങ്ങൾ ഏതുമാകട്ടെ, ഏത് വിഷയം ചലിക്കാത്തതായിരിക്കാം, ജീവനുണ്ട് പക്ഷെ ചലനമില്ല, എന്നാൽ കർത്താവിനടുക്കൽ കൊണ്ടുവരുന്ന വിഷയത്തിനകത്തൊരു ചലനം ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ചലനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.